കുറച്ചു നേരം ഈ ചിത്രത്തിലേക്ക് തന്നെ നോക്കൂ. എന്തെങ്കിലും ചലിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? അതാണ് ഒപ്റ്റിക്കൽ ഇലൂഷൻ്റെ മാജിക്ക്. അപ്പോൾ വായോ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരച്ചെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ക്രോസ് ആയിട്ടൊക്കെ ലൈൻസുകൾ ഇടുക. ഇപ്പോൾ ഈ ലൈൻസുകളൊക്കെ മാർക്ക് ചെയ്തില്ലേ, ഓരോ ലൈൻസിലും നമ്മൾ 0.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ആ 0.5ന്ന് കോർണറിലേക്ക് ഇതുപോലെ ലൈൻസുകൾ മാർക്ക് ചെയ്യാം. അങ്ങനെ ഓരോ കോളത്തിലും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഇതിന് ഓപ്പോസിറ്റായിട്ടും നമ്മൾ ക്രോസ് ആയിട്ട് ലൈൻസുകൾ വരയ്ക്കാം. അപ്പോൾ ഈ പണി ഇത്രയേ ഉള്ളൂ. പക്ഷെ കുറച്ചും കൂടി കൺഫ്യൂഷൻ ആവാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത് ഓരോ കോളവും ഓരോ കള്ളിയും ഇടവിട്ടിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒന്ന് തെറ്റിപ്പോയാൽ നമ്മളെ ചിത്രത്തിൻ്റെ ഫുൾ ആ ഒരു ഭംഗി നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ.